മിസ്റ്റർ ജി ബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കുറച്ച് കാസറ്റ് ഡെക്ക് ആംപ്ലിഫയറിൻ്റെ കളക്ഷനാണ്. ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കളക്ഷൻ പരിപാടികളെല്ലാം നിർത്തുകയാണ്. നമ്മൾ ഒറ്റ ആംപ്ലിഫയറിലേക്ക് മാത്രം ഒതുങ്ങുകയാണ്. ഈ ഒരു ഡെക്കുകളെല്ലാം നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്തു. ഈ റീസ്റ്റോർ ചെയ്ത സെറ്റുകളെല്ലാം നമ്മൾ കൊടുക്കുകയാണ്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒറ്റ സെറ്റ് മാത്രമാക്കി അതൊരു 2.1 ഇതുപോലെ കാസറ്റ് ഡെക്ക് തന്നെ ആയിരിക്കും. അത് നമ്മൾ ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് ക്യാബിനിലാണ്. അതിനുള്ള ക്യാബിൻ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യും. അത് 2.1 ആയിരിക്കും ചെയ്യുന്നത്. അധികം പവർഫുൾ ഒന്നും ആയിരിക്കത്തില്ല. ട്രാൻസിസ്റ്റർ ആയിരിക്കും 3055 ആയിരിക്കും. അങ്ങനെ ആയിരിക്കും ഈ ഒരു സെറ്റ് വരുന്നത്. വിത്ത് സബും കൂടി ആയിരിക്കും നമ്മൾ ഈ ഒരു ആമ്പ് ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള ക്യാബിൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് റീസ്റ്റോർ ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ റീസ്റ്റോറേഷൻ വിട്ടൊരു കളിയില്ല. ഫ്രണ്ട് പാനൽ ഒന്നെങ്കിൽ അക്രിലിക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അല്ലാണ്ട് നമ്മുടെ മൈക്കയോ അല്ലെങ്കിൽ ഫോം ബോർഡ് വെച്ചിട്ടായിരിക്കും ഫ്രണ്ട് പാനൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരു ഫ്രണ്ട് പാനൽ ചെയ്യാനായിട്ട് ഒരു ഫ്രണ്ട് പാനൽ മാത്രം കിടപ്പുണ്ട്, ഒരു NB ക്യാബിൻസിൻ്റെ. ഇതിൻ്റെ ഒരു ക്യാബിൻ ഉണ്ടാക്കിയിട്ട് അതും ഒരു ആംപ്ലിഫയർ ചെയ്തിട്ട് നമ്മൾ അതും സെയിലാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഒരു കളക്ഷനും കാര്യങ്ങളുമാണ് ജസ്റ്റ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇരിക്കുന്നത് ഇതൊരു വാക്മാനാണ്. നമ്മുടെ പ്രവീൺ ചേട്ടൻ തന്നെയാണ്. നമ്മുടെ സബ്സ്ക്രൈബറാണ്, നമ്മുടെ വലിയൊരു സുഹൃത്താണ്. അതുപോലെ നമ്മുടെ ചാനലിൽ ഇദ്ദേഹത്തെ പറ്റിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആംപ്ലിഫയറിൻ്റെ കളക്ഷനൊക്കെ ഉള്ള. അപ്പം പുള്ളി തന്നതാണ്. സംഭവം വർക്കിംഗ് കണ്ടീഷൻ അല്ല, ഫ്ലഡിൽ പെട്ട് പോയതാണ്. പിന്നെ ഇത് റേഡിയോ ആണ്. ഇത് കണ്ടീഷൻ ഒന്നുമല്ല, ജസ്റ്റ് വെറുതെ എടുത്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ അപ്പൂപ്പൻ്റെ റേഡിയോ ആണ്. ഇതിനകത്തൊരു സംഭവം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയോ കംപ്ലൈൻ്റ് ആയി പോയിട്ട് എന്തോ ചെറിയ കംപ്ലൈൻ്റ് ആണ്. ഇത് റിപ്പയർ ചെയ്യാൻ വയ്യാഞ്ഞിട്ട് ആ കടയിലുള്ള ആൾ ഇതിനകത്ത് സ്പീക്കർ എടുത്ത് കളഞ്ഞിട്ട് ഏതോ ഒരു സ്പീക്കർ, കീറിപ്പോയ സ്പീക്കർ കാണാൻ പറ്റും ഇതിനകത്തൂടെ, സ്പീക്കർ എടുത്ത് വെച്ച് കൊടുത്തു വിട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ പ്രായമായവരെയൊക്കെ ഇങ്ങനെ പറ്റിക്കുന്നത്, പണിയാൻ വയ്യെങ്കിൽ പണിയാതെ കൊടുത്തു വിടുക. അതിനകത്ത് ഇങ്ങനെ ചതി ചെയ്യുന്ന ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ് നമ്മളിപ്പം വേറെ ഡെൽട്രോൻ്റെ ഒരു റേഡിയോ വാങ്ങിച്ചു കൊടുത്തു. അത് സെയിം കോപ്പി തന്നെയാണ്. പിന്നെ ഫിലിപ്സിൻ്റെ ഇത് സ്റ്റോക്ക് ഇല്ലായിരുന്നു. അവർ പറഞ്ഞത് എടുത്ത് വെക്കുന്നില്ല, കാരണം ഈ വാറണ്ടി പ്രശ്നമുള്ളതുകൊണ്ട് ആൾക്കാർ ഡയറക്റ്റ് ഇത് കൊണ്ട് കൊടുക്കും. ഡയറക്റ്റ് ഇത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒന്നും ഞാൻ കൊണ്ട് കൊടുക്കും, നമ്മൾ വേറെ സ്പെയർ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഷോപ്പുകാർക്ക് എന്തോ ബുദ്ധിമുട്ടായതുകൊണ്ട് ഫിലിപ്സിൻ്റെ സ്റ്റോക്കിൽ ഇപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത്. മറ്റേ നമ്മൾ വാറണ്ടി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മൾ കിട്ടുന്നത്. ജസ്റ്റ് ഞാൻ ചുമ്മാ എടുത്ത് വെച്ചതേ ഉള്ളൂ, കണ്ടപ്പോൾ ഒരു ക്രേസിന് എടുത്ത് വെച്ചതേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഒരു ലോക്കൽ ഡെക്കാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്. ഓക്കെ, ഇതിൻ്റെ റിവ്യൂ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ മെക്കാനിക്സിൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ ജസ്റ്റ് ഡൗൺ ആണ്. ഇതിനകത്ത് ഒരു IC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ പണ്ടുള്ള ഒരു IC ആണ്. സിംഗിൾ ICയിൽ വരുന്ന സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. ഇതിനകത്ത് BT സെക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് റെസിസ്റ്റർ കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് ബേസും ട്രിപ്പിളും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. നമ്മൾ അതിന് BT ബോർഡൊക്കെ ഇട്ട് ബോൾട്ടൻ്റെ വൂഫറും പിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു സെറ്റാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ടക്കായുടെ സെറ്റുണ്ട്. ടക്കായി എന്ന് പറഞ്ഞാൽ ക്യാബിൻ മാത്രമേ ഉള്ളൂ, ഫുള്ളി നമ്മൾ അസംബിൾ ചെയ്തതാണ്. ഇത് ഫുൾ വർക്കിംഗ് കണ്ടീഷനാണ്. മെക്കാനിസം, USB, ബ്ലൂടൂത്ത്, പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ്, ഓക്സ്, പിന്നെ FM, പിന്നെ ഈ ഒരു LED വ്യൂ മീറ്റർ. മൈക്കിൻ്റെ ഓപ്ഷൻ ഇല്ല. മൈക്കിൻ്റെ ഓപ്ഷനിൽ നമുക്ക് ആകെ ഉള്ള സെറ്റേ ഉള്ളൂ, അഹൂജേ ഉള്ളൂ. മൈക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. പിന്നെ ഇൻബിൽട്ട് സ്പീക്കറും ഉണ്ട്. ഇത് നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്താണ്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നൊരു ക്യാബിനായിരുന്നു. എറണാകുളത്ത് നിന്ന് തന്നാണ് നമ്മളിതിവിടെ എത്തിച്ച് നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്ത് നമ്മൾ രണ്ടാമത്തെ റീസ്റ്റോറേഷൻ ചെയ്തൊരു ആംപ്ലിഫയറാണ്. അപ്പോൾ ഇതും നല്ല വർക്കിംഗ് കണ്ടീഷനിലിരിക്കുന്നൊരു സെറ്റാണ്. XBS എക്സ്ട്രാ ബാസ് സിസ്റ്റം എന്ന് പറയുന്നൊരു രീതിയിലൊരു മോഡലായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നത് STK മോഡലായിരുന്നു എന്ന് തോന്നുന്നു. STK വരുന്ന ക്യാബിനായിരുന്നു. എന്തായാലും ഇത് ഒറിജിനൽ ടക്കായി ആണെന്ന് അറിയത്തില്ല. എന്തായാലും ടക്കായുടെ ബ്രാൻഡിങ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ സെറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഊജ 4040 SM ആണ്. ഇതിൻ്റെ കുറേ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒറ്റ കംപ്ലൈൻ്റ് ഉള്ളൂ, ഇതിൻ്റെ മോട്ടർ ഡെഡായി പോയി. ബാക്കിയെല്ലാം പക്ക കണ്ടീഷനാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സെറ്റ്. ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ഔട്ട്പുട്ടാണ് ഈ ഒരു സെറ്റിൽ നിന്ന് വരുന്നത്. ട്രാൻസിസ്റ്ററാണ് ഇതിൽ വെച്ചിരിക്കുന്ന IC ആണ് കേട്ടോ. ഇതിനകത്ത് വെച്ചിരിക്കുന്നത് 4040 അല്ല, വേറൊരു IC ആണ്. ഓർമ്മ കിട്ടുന്നില്ല. അത് ഹെഡ് പ്രീ ഒക്കെ ഉള്ളൊരു ബോർഡാണ്, പഴയ ബോർഡാണ്. സൂര്യ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ബോർഡാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. LED വ്യൂ മീറ്റർ എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്, പക്ക വർക്കിംഗ് കണ്ടീഷൻ ഫുള്ള്. ഇതിൻ്റെ മെക്കാനിസം ഡെഡ് ആയിട്ടുള്ളത്. അടുത്ത താഴെ വരുന്നത് ഇതും ഒരു ലോക്കൽ ഡെക്കാണ്. ബ്രാൻഡ് കാര്യങ്ങളൊന്നുമില്ല. ഇതെന്ന് പറയുമ്പോൾ ബ്രാൻഡ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് അസംബ്ലി ക്യാബിനാണ്. ഇതും ഫുൾ റീസ്റ്റോർ ചെയ്തെടുത്തതാണ്. മെക്കാനിസം വർക്കിംഗ് അല്ല, മെക്കാനിസം ഒക്കെ നാശമായിപ്പോയി. റീസ്റ്റോർ ചെയ്തെടുത്തൊരു സെറ്റാണ്. ഇതിനകത്ത് IC ആണ്, സിംഗിൾ IC ആണ് വെച്ചിരിക്കുന്നത്, 4440. നമ്മളീ പറയുന്ന പോലെ നമുക്ക് എല്ലാ തരത്തിലും ട്രാൻസിസ്റ്റർ കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ചിലവുകളുണ്ട്.
ട്രാൻസിസ്റ്റർ ബോർഡ് വെക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രാൻസ്ഫോമറിനൊക്കെ ഇപ്പം വിലയാണ്. ഓരോ ആമ്പും നമ്മൾ ട്രാൻസിസ്റ്റർ വെച്ച് പവർഫുൾ ആക്കുക എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് എനിക്കൊരു 3-വേ ബോക്സ്, ഇതേപോലത്തെ ഒരു 3-വേ ബോക്സ് ഞാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ കയ്യിൽ ബഡ്ജറ്റ് അത്ര ഇറങ്ങും. നമുക്ക് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഡെക്കുകൾ ജീവൻ വെപ്പിക്കുക, ലൈഫ് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. റീസ്റ്റോർ ചെയ്ത് ലൈഫ് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ഇപ്പം പവർഫുള്ളായിട്ടുള്ള ആമ്പ് വേണം ഒന്നുമില്ല. ചിലപ്പം 5 വോൾട്ടിൻ്റെ ആമ്പായാലും ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇതൊന്നും ഒറിജിനൽ അല്ലല്ലോ. ഇപ്പം അഹൂജയുടെ സെറ്റിൽ നമ്മൾ റീസ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അഹൂജയുടെ ബോർഡ് തന്നെ വെച്ച് റീസ്റ്റോർ ചെയ്യണം. ഇതിനകത്തൊരു ട്രാൻസിസ്റ്റർ മോസ്ഫെറ്റ് വെച്ചിട്ട് കാര്യമില്ല, അത് അവരുടെ കമ്പനിയുടെ ബോർഡ് തന്നെ വേണം. ഇതൊക്കെ ലോക്കൽ ഡെക്ക് ആയതുകൊണ്ട് നമ്മളുടെ ക്രൈസ് ഉള്ളതാണ് നമ്മൾ അങ്ങനെ റീസ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് മെക്കാനിസം വർക്കിംഗ് അല്ല, മൈക്ക് ജസ്റ്റ് വെച്ചേക്കുന്നേ ഉള്ളൂ. LED V-മീറ്റർ ഉണ്ട്, 2 ചാനലുള്ള ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. അത് വർക്കിംഗ് കണ്ടീഷനാണ്. നല്ല ക്ലിയർ സൗണ്ടാണ്. അത് വെച്ചിരിക്കുന്നത് HRCയുടെ ഒറിജിനൽ ആംപ്ലിഫയറിൻ്റെ ബോർഡാണ്. അത് ഞാൻ ജസ്റ്റ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. 140 രൂപയുള്ളായിരുന്ന ഒരു വില. അതിൻ്റെ ആ ഒരു സെറ്റിന് ഹെഡ് പ്രീ, BT സെക്ഷൻ, ആംപ്ലിഫയർ സെക്ഷൻ, ഇത്രയും വരുന്നൊരു കുഞ്ഞ് ബോർഡ്, കാർ സ്റ്റീരിയോയിലൊക്കെ വരുന്ന ബോർഡാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. 12 വോൾട്ട് 3 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമറും. താഴെ വരുന്നതാണ് NB ക്യാബിൻസിൻ്റെ എൻ്റെ സ്വന്തം സെറ്റാണ്. ഞാൻ ഫസ്റ്റ് റീസ്റ്റോർ ചെയ്ത സെറ്റ്. ഭയങ്കര ഓർമ്മകളുള്ള സെറ്റാണ്. ഭയങ്കരമായിട്ട് എന്താ പറയുക, അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു സെറ്റാണ് ഈ ഇരിക്കുന്നത്. NB 1500 എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ കാസറ്റ് ഡെക്കാണ്. ഇവിടെ നിന്നാണ് നമ്മൾ റീസ്റ്റോറേഷൻ വർക്ക് തുടങ്ങുന്നത്. അപ്പോൾ ഇത് എത്രയൊക്കെ ആരൊക്കെ ചോദിച്ചാലും ഇത് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന കണ്ടീഷനിലല്ല, കണ്ട അത്ര ഭംഗിയും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇതൊന്നും ഒറിജിനൽ പീസല്ല, ഇതെല്ലാം MC-യിലാണ്. MC-യിൽ വെച്ച് ഞാൻ തന്നെ ഷേപ്പ് ചെയ്യും. കാരണം ഇത് പൊട്ടിപ്പോയിട്ട് പല പീസുകളും മിസ്സിങ് ആയിരുന്നു. അങ്ങനെ നമ്മളെടുത്ത ഒരു റീസ്റ്റോർ ചെയ്തെടുത്ത ഒരു മോഡലാണിത്. ഈ ഭാഗമൊക്കെ മിസ്സിങ് ആണ്, ഇവിടെയൊക്കെ പൊട്ടിപ്പോയി. ഇതെല്ലാം ഒട്ടിച്ച് ചേർത്ത് റീസ്റ്റോർ എടുത്തതാണ്. ഇതിനകത്തിരിക്കുന്നത് TDI 2030-ൻ്റെ IC 4, അതായത് 2 IC ബ്രിഡ്ജ് ചെയ്തൊരു ചാനൽ എന്നുള്ള രീതിയിൽ ഉള്ള ബോർഡാണ്. 12 വോൾട്ട് 5 ആമ്പിയർ ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. മെക്കാനിസം വർക്കിംഗ് അല്ല, അത് ബെൽറ്റും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് മെക്കാനിസം വർക്കിംഗ് അല്ല. LED V-മീറ്ററൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ 4ാമത്തെ സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു VCR ആണ്, പണ്ട് വീട്ടിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന. ജസ്റ്റ് ചുമ്മാ അതിനെടുത്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. കാരണം നമ്മളിവിടെ ഒരു ഡെക്ക് വരുന്നുണ്ടെന്ന്, കാരണം നമ്മളവിടെ ഭിത്തിയിലിരിക്കുന്ന സെറ്റ് അത് എൻ്റെ ബോഡി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എടുത്ത് വെക്കാം. അപ്പോൾ അതൊരു സെറ്റായി. പിന്നൊരു മെയിൻ സെറ്റ് വരുന്നത് നമ്മൾ ഒരു സെറ്റിലേക്ക് 2.1 ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ സെറ്റാണത്. അപ്പം അതുകൊണ്ട് വരുമ്പോൾ നമുക്ക് ആക്ച്വലി ഇതിനകത്ത് വെക്കാൻ ഇനി സ്ഥലമില്ല, ഷെൽഫ് ഫുള്ള് നിറഞ്ഞു. അപ്പോൾ അടുത്ത ലാസ്റ്റ് സെറ്റ് എന്ന് പറയുന്നതാണ് ഇത്. ലാസ്റ്റ് അല്ല, സെക്കൻഡ് ലാസ്റ്റ് ആണ്. ഇനിയൊരു സെറ്റ് കൂടി ഉണ്ട്. ആ സെറ്റ് നമ്മുടെ അനിയൻ്റെ റൂമിൽ വെച്ചിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഉപയോഗിക്കുന്ന സെറ്റാണ്. അത് മെക്കാനിസം വർക്കിംഗ് ആണ്, ബ്ലൂടൂത്ത് ഉണ്ട്, അത് STK ആണ്, 2 3-വേ ബോക്സും ഉണ്ട്. അത് അടിപൊളിയായിട്ട്, അത് എൻ്റെ കയ്യിലിരിക്കുന്നതിൽ ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റ്. വളരെ ക്യൂട്ടായിട്ടുള്ള സെറ്റാണ്. ഇതുപോലൊന്നുമല്ല, അത് വളരെ ചെറുതാണ്. അത് NB ക്യാബിൻസിൻ്റെ ആണ്. NB 680 അങ്ങനെ എന്തോ ഒരു മോഡലാണ്. അപ്പോൾ ഈ ഇരിക്കുന്നതും NB ക്യാബിൻസിൻ്റെ തന്നെയാണ്. NB 950 എന്ന് പറയുന്ന മോഡലാണ്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ്, ഹരിപ്പാടുള്ള സബ്സ്ക്രൈബർ തന്നെയാണ്. പ്രവീൺ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഇതുപോലെ വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ട് ഇതുപോലെ എനിക്ക് തരണമെന്ന് താല്പര്യം പറഞ്ഞ് തന്നതാണ്. അപ്പോൾ അതും ഞാൻ പോയി എടുത്ത് ക്ലീൻ ചെയ്ത്, ഇത് കുറച്ച് ഇതാണെന്ന് വെച്ചാൽ അടുക്കളയിലിരുന്നാണ്. അടുക്കളയിൽ ചൂടൊക്കെ തട്ടി കുറച്ച് പുകയൊക്കെ അടിച്ച് അങ്ങനെ ഇതിൻ്റെ ആ ഒരു കളർ ഫെയ്ഡായിട്ടുണ്ട്. എന്നാലും മാക്സിമം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന പറഞ്ഞാൽ ഇത് മഴക്കാലമായപ്പോൾ പൂപ്പൽ പിടിച്ചാണ്. ഞാനത് അങ്ങനെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് മനസ്സിലാക്കണം, നമ്മളിത് ഈ കാലപ്പഴക്കം വരുന്നതിൻ്റെ കാരണം നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാലാണ്. പിന്നെ ഈ കാലാവസ്ഥയും ഇതിനെ ഒരുപാട് ബാധിക്കും. ഇപ്പോൾ ഈ ഇരിക്കുന്ന സെറ്റുകൾക്കെല്ലാം ഒരു പഴക്കം അല്ലെങ്കിൽ മങ്ങലടിച്ച് ഞാൻ റീസ്റ്റോർ ചെയ്ത് ഇപ്പം നല്ല വൃത്തിയായിട്ടിരുന്നതാണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ല വൃത്തിയായിട്ടിരുന്ന സെറ്റ് ഇപ്പം ഇരിക്കുന്ന കോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂപ്പലടിക്കുന്നത് കൊണ്ടാണ്. നമ്മളൊരു എന്താ പറയുക, ടിന്നറും അതുപോലെ വെളിച്ചെണ്ണടി ചാലിച്ചായിരുന്നു നമ്മൾ തുടച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പൂപ്പൽ പിന്നെ പൊടിയൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ ആ കണ്ടീഷനിൽ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മളെപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ബെസ്റ്റൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒറിജിനൽ ബോർഡാണ്. അതിനകത്ത് 44-40 IC തന്നെയാണ്. ഹെഡ് പ്രീ വരുന്നുണ്ട്, BT സെക്ഷനും വരുന്ന ഒറിജിനൽ ബോർഡാണ് നമ്മൾ ഈ ഒരു ആമ്പിലും വെച്ചിരിക്കുന്നത്. 12 വോൾട്ട് 3 ആമ്പിയർ ഒരു 5 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ മെക്കാനിസം അതിന് ബെൽറ്റില്ല, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഹെഡ് കുറച്ച് ഡാമേജാണ്, ബാക്കിയൊക്കെ ഓക്കെയാണ്. നല്ല മെക്കാനിസമാണ്, നൈസായിട്ട് മൂവ്മെൻ്റ് ഉള്ളൊരു മെക്കാനിസമാണ്. പിന്നെ ഇവിടെ ഒരു ടേപ്പ് ബോക്സ്, സെലക്ടർ സ്വിച്ച്, ഇതൊന്നും നമ്മൾ വെച്ചിട്ടില്ല. കാരണം മൈക്കിൻ്റെ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല, ജസ്റ്റ് സോക്കറ്റ് ഇട്ടേ ഉള്ളൂ.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇനി ഒരു സെറ്റ് കൂടി ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇതാണ് ആ സെറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അനിയൻ്റെ റൂമിലാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ പി സിയിലൂടെ കണക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഒരു 3-way ബോക്സ് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി STK ആണ്. STK 414 ആണ്. ഇത് നമ്മൾ മേക്കിംഗ് വീഡിയോ എല്ലാം നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഇത് അടിപൊളി ഒരു സെറ്റാണ്. അടിപൊളിയായിട്ടൊരു 3-way ബോക്സിലാണ് നമ്മൾ ഈ ആംപ്ലിഫയർ കൊടുത്തിരിക്കുന്നത്. 20-25 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുള്ള STK 4141 IC ഉപയോഗിച്ചിട്ടുള്ള ആംപ്ലിഫയറാണ് ഇത്. ഇത് ഫുൾ വർക്കിംഗ് കണ്ടീഷനാണ്. കാസറ്റ് ഡെക്കും എല്ലാം ഉണ്ട്. എല്ലാം പിന്നെ ബ്ലൂടൂത്തും കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഓക്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാനലിലൊന്നും നമ്മൾ എന്താ പറയുക, ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂളൊന്നും കുത്തിക്കയറ്റാതെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇത് ഈ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സെറ്റാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്, കാസറ്റ് ഡെക്കിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 3-way ബോക്സ് വരുന്നുണ്ട്. ഒരു പെയർ നമുക്ക് മെയിനായിട്ട് അഹൂജയിൽ കൊടുക്കാനായിട്ട്. പിന്നെ ചെറിയ 2 ബോക്സ്, അത് സൈഡ് ചാനലായിട്ട് നമ്മുടെ ഇതുപോലെ IC ബോർഡിലേക്ക് കൊടുക്കുക, IC ആംപ്ലിഫയറിൽ കൊടുക്കാനായിട്ടാണ്. ചെറിയ പർപ്പസ് ആയതുകൊണ്ടാണ് ഇത്. ആക്ച്വലി അഹൂജയിൽ കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോക്സിൽ കൊടുത്താൽ നല്ല സൗണ്ടുള്ള ഒരു ബോക്സാണ്. ഫിലിപ്സിൻ്റെ 2 ചാനൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ ഒരെണ്ണമുണ്ട്, 2 ബോക്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ 2 ബോക്സ് ഉണ്ട്. അത് പാനസോണിക്കിൽ നിന്ന് എഴുതി വരുന്ന ഒരു ബ്രാൻഡാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ട് ഔട്ട്പുട്ടുള്ളൊരു ബോക്സാണ്. പിന്നെ നമ്മുടെ റൂം ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ നമ്മുടെ വർക്ക് ചെയ്യുന്ന ഏരിയയാണിത്. എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. പിന്നെ ഒരു ബാസ് ട്യൂബുണ്ട്, ഒരു ഡെക്ക് കൂടി ഉണ്ട്, പറയാൻ വിട്ടുപോയി. ഇത് ഡെക്കായിരുന്നു ആക്ച്വലി. ഇവിടെ ഒരു മെക്കാനിസം വരുന്നുണ്ടായിരുന്നു, അത് നമ്മൾ മറച്ചിട്ടാണ് ഒരു സബ് ആംപ്ലിഫയറായിട്ട് വെച്ചിരിക്കുകയാണ്. സബിൻ്റെ ആംപ്ലിഫയറാണ്. നമ്മൾ ഇതിനകത്ത് നിന്ന് സബ് ഇളക്കിയിട്ടാണ് നമ്മൾ ആ 2.1 ഉണ്ടാക്കാൻ പോകുന്നത്. അതൊരു സബിൻ്റെ ആംപ്ലിഫയറാണ്. പിന്നെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇവിടെ ഒരു സബുണ്ട്. നമുക്കിത് ഫ്രെഡയുടെ സബ് ബൂഫറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 10 ഇഞ്ച്. പിന്നെ ഇത് ടെസ്റ്റിംഗ് സ്പീക്കറൊക്കെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ റൂം. പിന്നെ അത് കാലി ബോക്സാണ് ആക്ച്വലി, അതിനകത്തൊന്നും ഇല്ല. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കളക്ഷൻ വീഡിയോ എന്ന് പറയുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കളക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ചെറിയൊരു കളക്ഷൻ ഉണ്ടായിരുന്നു, അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരു 2.1 ആണ്. കാസറ്റ് ഡെക്ക്, USB, ബ്ലൂടൂത്ത് എല്ലാം ഉള്ള ഒരു ആംപ്ലിഫയർ, ഫുള്ളി വർക്കിംഗ് കണ്ടീഷൻ. അതിന് വേണ്ടിയിട്ടുള്ള ക്യാബിന് കാര്യങ്ങളെല്ലാം നമ്മൾ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്ര ചെയ്ത് വെച്ചിട്ട് കുറേ നാളായി. അത് കുറച്ച് പൊടിയൊക്കെ പിടിച്ച് വീണ്ടും ഇച്ചിരി തുരുമ്പൊക്കെ ആയി. കാരണം ഈ അലമാരി വെച്ചിരുന്ന് കുറച്ച് ഈർപ്പം അടിച്ച്, ഈ ഒരു അലമാരിയിൽ നിന്ന് കുറച്ച് ഈർപ്പമൊക്കെ അടിച്ചായിരുന്നു. റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഒന്ന് കുറച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ അത് നമ്മളിത് സെറ്റ് ചെയ്യും. 2.1 ആംപ്ലിഫയറായിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കളക്ഷൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെ കളക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. അപ്പം എല്ലാവർക്കും എന്താ പറയുക, ഒരു പ്രചോദനമായിരിക്കും. ഇതല്ല അതുപോലുള്ള ആമ്പൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിരിക്കും. അപ്പം എന്താ പറയുക, അത്രയൊക്കെ ഉള്ളൂ വീഡിയോയിൽ പറയാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.